ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSC-JEE നമുക്ക് ഇതുവരെ കഴിഞ്ഞ പരീക്ഷകൾ വെച്ചിട്ട് SSC-JEE ഇനി വരുന്ന വർഷങ്ങളിൽ എങ്ങനെ എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും എല്ലാ വർഷവും അവൈറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് SSC-JEE എന്ന് പറയുന്നത്. സോ അതിൻ്റെ പാറ്റേണും അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സാധാരണ നമ്മുടെ SSC-JEE നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന കുറച്ച് നമ്മുടെ എന്താ പറയുക ജൂനിയർ എഞ്ചിനീയർ, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ 3 സ്ട്രീംസിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക. ആൻഡ് മാത്രമല്ല നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് വരിക, ലൈക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അതുപോലെ CPWD, സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, അങ്ങനെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, MES, അങ്ങനെയൊക്കെയാണ് നമുക്ക് വരിക. അപ്പോൾ അതനുസരിച്ചാണ് അതിൻ്റെ ഓരോ ഏജ് ലിമിറ്റും ഒക്കെ നമുക്ക് എല്ലാ വർഷവും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് 2 ടയറായിട്ട് അല്ലെങ്കിൽ 2 ടയർ 1, ടയർ 2 എന്ന രീതിയിലാണ് SSC-JEE എക്സാം നടത്താറുള്ളത്. ഇതിൽ ടയർ 1 എക്സാം ആദ്യം നടക്കും, അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരായിരിക്കും ടയർ 2 എക്സാമിലേക്ക് പോവുക. അപ്പോൾ ടയർ 2 എക്സാം ഇത്രയും കാലം നമുക്ക് കഴിഞ്ഞ വർഷത്തിന് മുന്നേ വരെ ഇറ്റ് വാസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം, പക്ഷേ ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാം ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടയർ 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്കായിരിക്കും. സോ 300 മാർക്സ് ആണ് നമുക്ക് ടോട്ടലി വരിക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ടയർ 2 എക്സാം നടക്കുക. ടയർ 1 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലും നോൺ ടെക്നിക്കലും കൂടെ കമ്പൈൻഡ് ആയിരിക്കും. ടയർ 2 എക്സാം ആണ് ടെക്നിക്കലി മാത്രം ഉള്ളത്. അപ്പോൾ ടയർ 1 എക്സാമിൽ നമുക്ക് 3 പാർട്ടാണ് ഉണ്ടാവുക: ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, സിവിൽ എഞ്ചിനീയറിംഗ്, ജനറൽ അവയർനെസ്. ഇതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്സും ടോട്ടലി 50, 100 മാർക്കും, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് 100 മാർക്കും. അങ്ങനെ ടോട്ടലി നമുക്ക് 200 മാർക്കാണ്. ആൻഡ് ഇറ്റ് ഇസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 2 hours അല്ലെങ്കിൽ 120 minutes ആണ് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല യു വിൽ ബി ഹാവിങ് നെഗറ്റീവ് മാർക്സും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലി 200 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 120 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 മിനിറ്റ് എന്ന രീതിയിൽ പോലും ആവറേജ് എടുക്കാൻ പറ്റത്തില്ല. 1 മിനിറ്റിലെ താഴെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ SSC-JEE ടയർ 1 എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു നീഡ് ടു ഗെറ്റ് ദ ക്വാളിഫൈങ് മാർക്ക്, ദ മേജർ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡാണ്. അപ്പോൾ ഈ സ്പീഡ് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ സ്പീഡ് ഇല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. നമുക്ക് ഈ പറഞ്ഞ 100 ടെക്നിക്കലോ അല്ലെങ്കിൽ ബാക്കി 100 നോൺ ടെക്നിക്കലോ ഫുള്ളും കടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റും ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം SSC-JEE എക്സാമിനെ സംബന്ധിച്ച് ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും, പക്ഷേ പെട്ടെന്ന് ഉത്തരം എഴുതുന്നത് ആ ടൈമിനുള്ളിൽ ചെയ്യണം. അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും നമുക്ക് ഷോർട്ട് കട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഷോർട്ട് കട്ടും കാര്യങ്ങളുടെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അതായത് ഒരു ക്വസ്റ്റിനകത്ത് 1 മിനിറ്റിന് താഴെ തന്നെ നമ്മൾ ചെയ്ത് തീർക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ സ്പീഡും അക്യുറസിയും വളരെ വലിയൊരു ഘടകമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ SSC-JEE വരും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. SSC-JEE പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ സിൻസിയർലി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ കുറേ തിയറി ഇരുന്ന് പഠിക്കൂ, അല്ലെങ്കിൽ കുറേ ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ കുറേ ഇൻ്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡൊക്കെ പഠിച്ചിട്ടോ കാര്യമില്ല. യു ഹാവ് ടു ഡു വൺ തിങ്. ഒരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ സ്പീഡും അക്യുറസിയും കൊണ്ടുവരാണ്. അത് പ്രാക്ടീസിലൂടെ മാത്രമാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്ന പാർട്സ് ആണ് ക്ലാസിഫിക്കേഷൻ, വേർഡ് ഫോർമേഷൻ, വെർബൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ റീസണിങ് പസിൽസ്, അനലോഗി, വെൻ ഡയഗ്രാം, നോൺ വെർബൽ റീസണിങ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, seating arrangement, decision making, calendars, paper folding method, blood relations, puzzle, reasoning analogies, space visualization, metrics, series, arithmetical reasoning, discrimination and observation, clocks. ഇത്രയുമാണ് നമുക്ക് സാധാരണ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ലെവൽ എക്സാംസിന് ചോദിക്കുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് തന്നെ ഇവിടെ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജനറൽ അവയർനെസ് വരുമ്പോഴത്തേക്ക് ജനറൽ അവയർനെസ്സിനകത്ത് കൂടുതൽ വരിക ഹിസ്റ്ററി ആൻഡ് കൾച്ചർ,
ജോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പോളിറ്റി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻറ്റിഫിക് റിസർച്ച്, കമ്പ്യൂട്ടർ, ദെൻ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അപ്പോൾ 16 മാർക്ക് അതിനാണ് വെയിറ്റേജ് ഉള്ളത്. അതുകൊണ്ട് ഇത് പഠിക്കുന്നതിൽ ഫസ്റ്റ് നമ്മൾ പ്രിവിലേജ് കൊടുക്കേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ്. ഇത് NCERTയുടെ 8, 9, 10 ബുക്സ് ക്ലാസ് ബുക്സിൻ്റെ ടെക്സ്റ്റ് ബുക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാം ഏകദേശം ഈക്വൽ. കറണ്ട് അഫയേഴ്സ് 9 മാർക്കുണ്ട്. ഈ കറണ്ട് അഫയേഴ്സ് 9 മാർക്ക് എല്ലാ ദിവസവും നമ്മൾ പേപ്പർ വായിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് 9 മാർക്ക് കിട്ടുക. ആ 9 മാർക്ക് കിട്ടുന്ന അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് യു ക്യാൻ ഗോ ഫോർ ജോഗ്രഫി എളുപ്പമായിട്ട് പഠിക്കാം, എക്കണോമിക്സ് പഠിക്കാം, പോളിറ്റി പഠിക്കാം, അതുപോലെ സയൻറ്റിഫിക് റിസർച്ച്, കമ്പ്യൂട്ടറൊക്കെ പഠിക്കാം. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്ന ഒരെണ്ണമാണ്. ഒരുപാട് എഫേർട്ട് എടുക്കാൻ സമയമില്ലെങ്കിൽ യു ക്യാൻ ലീവ് ദാറ്റ്. എന്നിട്ട് നിങ്ങൾ ബാക്കി നോൺ ടെക്നിക്കലും പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമ്മൾ ടെക്നിക്കലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് RCCക്ക് 10 മാർക്ക്, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 10, സ്റ്റീൽ 8, അതായത് നോക്കിക്കുക 28 മാർക്ക് ഇവിടെ തന്നെ ആയി. ദെൻ അതായത് നമ്മുടെ സ്ട്രക്ചറൽ സബ്ജക്ട്സ്. പിന്നെ നമുക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 6, ട്രാൻസ്പോർട്ടേഷൻ 6, GT 7, ഹൈഡ്രോളിക്സ് 10, ഇറിഗേഷൻ 5. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചറൽ മെക്കാനിക്സ്, അതായത് നമ്മുടെ സ്ട്രക്ചറൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, സ്റ്റീൽ, RCC, അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക്സ് അല്ലെങ്കിൽ FM, ഇതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ആദ്യം പഠിക്കുമ്പോഴത്തേക്ക് ഈ സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്കോറിംഗ് ഏരിയാസ് നോക്കാം. അതായത് നമുക്ക് പ്രൈമലി ഫോക്കസ് ചെയ്ത് നമ്മൾ SSC-JEE പഠിക്കേണ്ട സബ്ജക്ട്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ SSC-JEE ആണെങ്കിലും RRB-JEE ആണെങ്കിലും ഏത് പരീക്ഷയ്ക്കും ആദ്യം പഠിക്കേണ്ടതാണ്. പിന്നെ ക്വാണ്ടിറ്റി ടെക്നോളജി, സർവേയിങ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളിക്സ്, ഇതെല്ലാം പഠിക്കാൻ എളുപ്പമായതുകൊണ്ടും അധികം ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാത്തത് കൊണ്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ഇതിന് ഞാൻ സ്കോറിംഗ് ഏരിയാസ് ആയിട്ട് തരംതിരിച്ച് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്തായാലും ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. എസ്റ്റിമേഷൻ, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, RCC, സ്റ്റീൽ, ഹൈഡ്രോളിക്സ്. എന്തുകൊണ്ടാണ് നോക്കിക്കുക, തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന് 10 മാർക്കായിരുന്നു, RCCക്ക് 10 മാർക്കായിരുന്നു, സ്റ്റീലിന് 8 മാർക്കായിരുന്നു, ഹൈഡ്രോളിക്സിന് അഗെയിൻ 10 മാർക്കാണ്. അപ്പോൾ ഏകദേശം 38-40 മാർക്കോളം 30 to 40 മാർക്സ് നമുക്ക് ഈ ഉറപ്പായിട്ടും പഠിച്ചാലുള്ള സബ്ജക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ 100-നകത്ത് 40% മാർക്സ് നമ്മുടെ കയ്യിലിരിക്കും. അതുകൊണ്ടാണ് ഇത് മസ്റ്റ് സ്റ്റഡി കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുത്തി പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്സിൻ്റെ വെയിറ്റേജിലല്ല, പക്ഷേ എന്തായാലും പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്ട്സ് എന്ന രീതിയിൽ പഠിക്കാവുന്ന 3 ആൾക്കാരാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ട്രാഫിക്കും അതുപോലെ തന്നെ റെയിൽവേക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇനി ബിൽഡിംഗ് നമ്മൾ സിലബസ് ആണ് പറയുന്നത് SSC-JEE. ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിക്കാനുള്ളത് ആസ്പെക്ട്സ് ഓഫ് പ്രോഡക്ട്സ്, ടിമ്പർ, വുഡ് പ്രോഡക്ട്സ്, ബിറ്റുമിനസ് മെറ്റീരിയൽസ്, പെയിൻറ്റ്, വാർണിഷസ്, പിന്നെ സ്റ്റോണ്, അതുപോലെ തന്നെ സിമെൻറ്റ്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ്, ക്ലാസിഫിക്കേഷൻ, ടെസ്റ്റ്, യൂസ് ഒക്കെ തന്നെ പഠിക്കാനുണ്ട്. ദെൻ കമ്മിങ് ടു എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട്. അനാലിസിസ് ഓഫ് റേറ്റ്, മെഷർമെൻറ്റ് ഓഫ് വർക്ക്, ഐറ്റം ഓഫ് വർക്ക്, അതിനകത്ത് എർത്ത് വർക്ക്, ബ്രിക്ക് വർക്ക്, അതുപോലെ RCC വർക്ക്, ഷട്ടറിങ്, ടിമ്പർ വർക്ക്, പെയിൻറ്റിങ്, ഫ്ലോറിംഗ്, പ്ലാസ്റ്ററിങ്, ബ്രിക്ക് ബിൽഡിംഗ്, വാട്ടർ ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്, ബാർ ബെൻഡിംഗ് ഷെഡ്യൂൾ, സെൻറ്റർ ലൈൻ മെത്തേഡ്, മിഡ് സെക്ഷൻ ഫോർമുല, ട്രപ്പിസോഡൽ ഫോർമുല, സിംസൺസ് റൂൾ, പിന്നെ സെപ്റ്റിക് ടാങ്ക്, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, ട്യൂബ് വെൽ, സ്റ്റീൽ ട്രസ്, പൈൽ ക്യാപ്പ്, വാല്യുവേഷൻ, ഇതൊക്കെ നമുക്ക് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷനകത്ത് പഠിക്കേണ്ടതാണ്. ദെൻ വാല്യുവേഷൻ്റെ പ്രോബ്ലം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. സർവേയിങ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയിൻ സർവേയിങ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പസ് സർവേയിങ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേയിങ്, തിയോഡലൈറ്റ് സർവേയിങ്, ലെവലിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ലെവലിങ്ങിനകത്ത് എല്ലാ കാര്യങ്ങളുണ്ട്, കറക്ഷൻസും ഒക്കെ തന്നെ പഠിക്കാനുണ്ട്. കോണ്ടൂറിങ്, ടെക്യോമെട്രിക് സർവേ, കർവ്സ്, അഡ്വാൻസ് സർവേയിങ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ സോയിൽ മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ സോയിലിൻ്റെ ഒറിജിൻ, അതുപോലെ ഫേസ് ഡയഗ്രാം, അതിൻ്റെ ഓരോ ഡെഫിനിഷൻസ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വാട്ടർ കണ്ടന്റ്, പിന്നെ നമുക്ക് സോയിൽ ക്ലാസിഫിക്കേഷൻ വരും, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, പെർമിയബിലിറ്റി, കൺസോൾഡേഷൻ, അതുപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ്, പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ കോമ്പാക്ഷൻ ഉണ്ട്, ഷിയർ സ്ട്രെങ്ത് ഉണ്ട്, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, എർത്ത് പ്രഷർ തിയറീസ്, SPT ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഹൈഡ്രോളിക്സ് എടുത്തു കഴിഞ്ഞാൽ FM ആണ്. FM-നകത്ത് പ്രോപ്പർട്ടീസ്, സ്റ്റാറ്റിക്സ്, ദെൻ ബെർണോളീസ് തിയറം, ആപ്ലിക്കേഷൻ, ഫ്ലോ ത്രൂ പൈപ്പ്, ഓപ്പൺ ചാനൽസ്, വിയേഴ്സ്, ഫ്ലൂംസ്, സ്പിൽവേ, പമ്പ് ആൻഡ് ടർബൈൻ.
ഓക്കെ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇറിഗേഷൻ ടൈപ്സ്, മെത്തേഡ്, മെഷർമെൻറ്റ് ഓഫ് റെയിൻഫോൾ, റൺ ഓഫ് കോഫിഷ്യൻറ്റ്, റെയിൻ ഗേജസ്, പ്രസിപ്പിറ്റേഷൻ്റെ ലോസസ്, ഇവാപ്പറേഷൻ, ഇൻഫിൽട്രേഷൻ. പിന്നെ നമുക്ക് ഇറിഗേഷനിലേക്ക് വരുമ്പോൾ വാട്ടർ റിക്വയർമെൻറ്റ്സ്, അതായത് ഡ്യൂട്ടി, ഡെൽറ്റ, കാരിഫ്, റാബി ക്രോപ്സ്, കനാൽസ്, പിന്നെ അതുപോലെ തന്നെ വെൽ ഹൈഡ്രോളിക്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫ്ലഡ്, അതിൻ്റെ കോസസ്, ഫ്ലഡ് കൺട്രോൾ, വാട്ടർ ലോഗിങ്, ലാൻഡ് റിക്ലമേഷൻ, ഇറിഗേഷൻ പ്രോജക്ട്സ് ഒക്കെ തന്നെ നമുക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുണ്ട്. then നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു റെയിൽവേ ഉണ്ട്, ഹൈവേ ഉണ്ട്. ഹൈവേക്കകത്ത് ക്രോസ് സെക്ഷണൽ എലിമെൻറ്റ്സ്, ജോമെട്രിക് ഡിസൈൻ, പേയ്മെൻറ്റ് മെറ്റീരിയൽസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്, റിജിഡ് പേയ്മെൻറ്റ്, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ എടുത്തു കഴിഞ്ഞാൽ പെർമനൻറ്റ് വേക്കകത്ത് സ്ലീപ്പർ, ബല്ലാസ്റ്റ്, ഫിക്സ്റ്റേഴ്സ്, ഫാസ്റ്റനിങ്, പിന്നെ പോയിന്റ് ക്രോസിങ്, ട്രാക്ക് ജംഗ്ഷൻസ്, സ്റ്റേഷൻ യാർഡ്. ട്രാഫിക് എഞ്ചിനീയറിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനകത്ത് ഈ ഡെൻസിറ്റി, സ്പീഡ് ഫ്ലോ ഡെൻസിറ്റി ഗ്രാഫിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ, ഇൻ്റർചേഞ്ചസ്, ട്രാഫിക് സിഗ്നൽ, ട്രാഫിക് സൈൻസ്, മാർക്കിങ്സ്, റോഡ് സേഫ്റ്റി. പിന്നെ അതിനുശേഷം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നമ്മുടെ വാട്ടർ സപ്ലൈ, അതിനുശേഷം വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, അതിനുശേഷം എയർ പൊല്യൂഷൻ. ദെൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് ആദ്യം. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് വരിക മോസ് ആണ്. മോസിനകത്ത് തന്നെയാണ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, STM വരെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോർഷൻ, അതേ നമുക്ക് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിന്, പിന്നെ SFD BMD വരും. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് പ്യുവർ ബെൻഡിങ് ഉണ്ട്, അതുപോലെ ഷിയർ സ്ട്രെസ് ഉണ്ട്, ടോർഷൻ ഉണ്ട്, കോളം ഉണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് പഠിക്കാനുള്ളത് ചിമ്മിനി, ഡാം, അങ്ങനെ കുറച്ച് അനാലിസിസ് ആണ് ഉള്ളത്. ക്വാണ്ടിറ്റി ടെക്നോളജി കംപ്ലീറ്റ് തിയറി ഉണ്ട്. RCCക്കകത്ത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും രണ്ടും പഠിക്കാനുണ്ട്. റീറ്റെയിനിങ് വോള്, സ്റ്റെയർ കേസ്, കോളം, ബീം, സ്ലാബ്, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ടാങ്ക്, ഇതെല്ലാം ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ കോളം, ബീം, ട്രസ്, പ്ലേറ്റ് ഗേർഡേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് ടോട്ടൽ തന്നെ നിങ്ങൾക്ക് 10 + 10 28 30 മാർക്സോളം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പാർട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 100 മാർക്കിനകത്ത് നമുക്കൊരു 40% സ്ട്രക്ചറൽ പാർട്ടിൽ നിന്നാണ് വരിക, ബാക്കി 60% ബാക്കി സബ്ജക്ട്സ് വരിക. സോ വൈസ്ലി നിങ്ങൾ സ്ട്രക്ചറിലാണോ സ്ട്രോങ് ആയിട്ടുള്ളത്, അതർ സബ്ജക്ട്സിലാണോ സ്ട്രോങ് ആയിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. നോൺ ടെക് പഠിക്കേണ്ട ഭാഗം ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ അതുപോലെ തന്നെ RRB-Gയും SSC-Gയും കൂടെ കമ്പയർ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, കോമൺ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ SSC-GE ക്രാക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആസ് ഐ ടോൾഡ് ഏർലിയർ ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. ടൈമിനുള്ളിൽ, അതായത് നമുക്ക് 200 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റിനുള്ളിലാണ് എഴുതി തീർക്കുന്നത്. സോ ഈ കാര്യം ഓർത്ത് വെക്കുക. ആൻഡ് പ്രിപ്പറേഷൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.